ജ്യൂസ് മതിയാ? വേറെ എന്തെങ്കിലും പറയട്ടെ? ഓ വേണ്ട, ഇറങ്ങി വേണ്ട. പൈസ ഞാൻ കൊടുത്തേക്കാവേ. ഞാനല്ലേ ടീച്ചറിനെ വിളിച്ചത്, ടീച്ചർ പൈസ കൊടുക്കാനോ? ഇന്നെന്ത് പറ്റി 10 മിനിറ്റ് ലേറ്റ്? വരുന്ന വഴിക്കേ ഞാൻ പഠിപ്പിച്ചൊരു പയ്യനെ കണ്ട്. അവ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന്. നിന്റെ സ്വഭാവത്തിന് പിള്ളേർ മുട്ടായി ഒരു മേടിച്ചേരത്തില്ല, എന്നിട്ട് ജ്യൂസ് മേടിക്കാൻ തന്നോ? എന്നിട്ട് ചേട്ടാ ഒരു കവർ പാല്. അശ്വതി ടീച്ചറെ എന്നെ മനസ്സിലായ? വിഷ്ണു ടീച്ചർ എന്താ ഇവിടെ? ഹസ്ബൻഡ് വീട്ടിൽ വിടാ. നിനക്ക് സുഖമാണോ? സുഖമായിട്ട് ടീച്ചറെ. ഞാൻ ജ്യൂസ് പറയട്ടെ? പ്ലീസ്, എനിക്ക് വേണ്ടിട്ട്. എടാ, ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള നിന്നെ, എന്നിട്ട് നിനക്ക് എന്നോട് ഒരു ദേഷ്യമില്ലേ? ഞാൻ പഠിക്കാതെ വരുന്നതിന്, ക്ലാസ്സിൽ കയറാത്തതിന്, കളിച്ചിരിച്ച് നടക്കുന്നതിനാ ടീച്ചർ വഴക്ക് പറഞ്ഞത്. ഞാൻ ഇതിനെ ടീച്ചർക്ക് തന്നെ ദേഷിക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, ജോലി വല്ലതും ആയോ നിനക്ക്? പഠിക്കാൻ പണ്ടേ വീക്കാന്നറിയാല്ലേ. പ്ലേസ്മെന്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ ജോലി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണേ. ടീച്ചറെ, പിന്നെ ടീച്ചറായാലും ശരി, ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ സ്റ്റുഡൻസിന്റെ ഫേവറേറ്റ് ആവാൻ വേണ്ടിയിട്ട് അവരെ ഇന്ന് തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുകയും അത് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ ടീച്ചർ കുട്ടികളുടെ ഇഷ്ടം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തിരുത്താനാണ് ശ്രമിച്ചത്.